സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എർത്തിലിരിക്കുന്ന സ്റ്റേഷനിൽ നിന്നിട്ടാണ്. അല്ല, അല്ല ദെൻ ഒരു റോക്കറ്റിനെയും എർത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ കൺട്രോൾ ഉള്ളൂ. റോക്കറ്റ് വിക്ഷേപണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ റോക്കറ്റ് വിക്ഷേപണ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കണ്ടിട്ടില്ലേ? നമ്മളെന്തോ ഭയങ്കര പരിപാടി ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നല്ലേ? ഒന്നും ചെയ്യുന്നില്ല. ഓ മൈ ഗോഡ്, അത് ആദ്യത്തെ അറിവാണ് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ആ റോക്കറ്റ് വിക്ഷേപണത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് 0 എന്ന പോയിന്റിൽ വരെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ആ പോയിന്റ് വരെ ഞങ്ങൾ അതിലെ സ്ക്രീനുകളിലൊക്കെ നോക്കും, ഡാറ്റ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അബോട്ട് ചെയ്യാം, ലോഞ്ച് ചെയ്യുന്നത് നിർത്തിവെക്കാം. പക്ഷെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം 0 ഓൾസോ അബോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. 0 വരെ കമ്പ്യൂട്ടർ അബോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. ആകെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡിസ്ട്രോയ്. അല്ലാതെ അതിനെ തിരിക്കാനോ വളയ്ക്കാനോ അങ്ങോട്ട് വിടാനോ ഇങ്ങോട്ട് വിടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ വർക്ക് അത് വർക്ക് ചെയ്യുന്ന അതിനുള്ളിൽ അതിന് കമ്പ്യൂട്ടർ അതിനകത്തുണ്ട്. അതിനോട് കമ്പ്യൂട്ടറിനകത്ത് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് പ്രോഗ്രാമുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് രീതിയിലാണ് പോകേണ്ടത്, അതിനകത്ത് നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെയാണ് പോകേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നാൽ ഈ വഴിക്ക് പകരം ഈ അപ്രോച്ച് ഉപയോഗിക്കണം. അതിനകത്ത് പല പല അൽഗോരിതംസ് നമ്മൾ എഴുതി വയ്ക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻ്റലിജൻറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ റോക്കറ്റിനുള്ളിലുള്ള സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ ഒരു ബ്രെയിൻ. അതൊരു ഓട്ടോണമസ് വെഹിക്കിളാണ്. വരുന്ന സിറ്റുവേഷനിൽ അതിന് സിറ്റുവേഷൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് മെഷർമെൻ്റ് ഉണ്ട്. അതിന് സെൽഫ് മനസ്സിലാക്കണം. അപ്പോൾ അതിനകത്ത് ഇൻ്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഏതെങ്കിലും ഡീവിയേഷൻ എനിക്ക് പെർഫോമൻസിലുണ്ടോ, എനിക്കിപ്പോൾ എത്രമാത്രം ഫ്യൂവലുണ്ട്, ഇതുവരെ വർക്ക് ചെയ്ത ഫ്യൂവൽ ഇതുപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അത്രമാണോ അതോ കൂടുതലാണോ കുറവാണോ, ഇതനുസരിച്ച് എൻ്റെ പാത്ത് ഞാൻ മാറ്റണോ വേണ്ടയോ, ഇപ്പം ഞാൻ അറ്റ്മോസ്ഫിയറിൽ വിൻഡ് കണ്ടു, ഞാൻ ആ വിൻഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമോ വേണ്ടയോ, എൻ്റെ ഓർബിറ്റിൽ ഇപ്പം ഞാൻ നോക്കുന്നത് ഓക്കെ ഞാൻ വിചാരിച്ചു എഞ്ചിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ നേരത്തെ വിചാരിച്ചാൽ അല്പം മോശമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എങ്കിൽ ഞാൻ എൻ്റെ പാത്ത് ചെറുതായിട്ട് മാറ്റണം. ഈ പറഞ്ഞ കാൽക്കുലേഷൻ എല്ലാം അതിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കും. You guys are just trusting an algorithm. Yes. That's it. Yes. It has to be simply based on a working നല്ലൊരു അൽഗോരിതത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സാറ്റലൈറ്റുകളും വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാറ്റലൈറ്റുകളുടെ ഗുണമെന്ന് വെച്ചാൽ താഴോട്ട് വീഴില്ല. റോക്കറ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ അൽഗോരിതം കറക്റ്റ് അല്ലെങ്കിൽ അത് അപ്പോൾ ഫെയിലായി, പിന്നെ അതിന് റിക്കവറി ഇല്ല. ഇതിന് ഇത്രയും സിമുലേഷൻസ് ഒക്കെ ചെയ്യും. എത്ര വരെ ആയിരക്കണക്കിന്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ സോഫ്റ്റ്വെയർ എഴുതി ഉണ്ടാക്കിയിട്ട് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരുപാട് ഡേറ്റ ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു അൽഗോരിതത്തിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ ഡേറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അൽഗോരിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റഗഡ്നെസ്സിനെ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഡേറ്റയിൽ നമ്മൾ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ചുപ്പിക്കും. ഒന്ന്, ഈ ഡേറ്റ